സാറേ, ഞാൻ ജർമ്മനിക്ക് സ്റ്റുഡന്റ് വിസയിൽ പോകാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ട് രണ്ട് വഴികളാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ വഴി എന്നുള്ളത് നമ്മൾ VFSന്റെ പോർട്ടലിൽ കയറി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. രണ്ടാമത്തെ വഴി എന്നുള്ളത് എംബസിയുടെ മെയിൽ ID മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കും. ഓക്കെ ഓക്കെ. ഈ എംബസിയുടെ മെയിൽ ID. മെയിൽ ID ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ. നമുക്ക് ശരിക്കും ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ആയിക്കഴിഞ്ഞാല് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണതിന്റെ ഡീറ്റെയിൽസും അറിയില്ല. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ എങ്ങനെയാണെന്നുള്ളത്? മെയിൻ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് നമ്മുടെ പാസ്പോർട്ട് നമ്പർ, രണ്ടാമത്തേത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്, നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തേക്കുന്ന പ്ലേസ്, ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള അതോറിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിലൊന്നും തെറ്റ് വരാൻ പാടില്ല. അതുപോലെ SOP ചെയ്യുമ്പോ എങ്ങനെയാണ്? SOP ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വൈ ജർമ്മനി, എന്തുകൊണ്ടാണ് നമ്മൾ ജർമ്മനി സെലക്ട് ചെയ്തത്, അതുപോലെ തന്നെ ഈ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, എന്താണ് നമ്മളുടെ ഒരു മോട്ടീവ്, നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു കൺക്ലൂഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ജർമ്മനിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിജക്ഷൻ ഉണ്ടാവുമെന്ന് കേൾക്കാറുണ്ട്. എന്തൊക്കെയാണ് റിജക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറയാമോ? പല കാരണങ്ങളും റിജക്ഷൻ ഉണ്ടാവാനായിട്ട്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഫേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരാനുള്ള പല കാരണങ്ങളാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിസ കിട്ടാനായിട്ട് എത്ര ടൈം എടുക്കും? വിസ പ്രോസസ്സിങ്ങിനായിട്ട് എത്ര സമയം എടുക്കും? സാധാരണയായി 45 to 90 days ആണ് എംബസി പറയുന്ന ഒരു ഡേറ്റ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വിസകൾ ലഭിക്കുന്നുണ്ട്. ഇത് രണ്ട് സെറ്റ് ഡോക്യുമെന്റ് ആണ് വരുന്നത്. ഇതിൽ ഒരു സെറ്റ് ഡോക്യുമെന്റ് ജർമ്മനിയിൽ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ഒക്കെ പോയതിനു ശേഷമാണ് നമുക്ക് വിസ പ്രൊസീഡ് ആയിട്ട് വരുന്നത്. സോ ആ ഒരു ടൈം ഡിലേ നമുക്ക് വരുന്നുണ്ട്. ഒരു 1 month ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക്സ് സർ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ എന്റെ ഓഫീസ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക്സ്.